സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എസ്തപ്പാൻ്റെ വീട്ടിലേക്ക് മുരളിയും ദേവികയും ചേർന്ന് വരുന്നുണ്ട്. എസ്തപ്പാൻ പറയുകയാണ്, ചുളിവിൽ ഞാൻ അവൻ്റെ ചെകിടത്ത് നോക്കിയൊന്ന് കൊടുത്തിട്ടുണ്ട്. അവൻ എന്തായാലും ഇങ്ങോട്ട് വന്നത് ആ ഋഷിയെയും നമ്മുടെ നന്ദമോനെയും അന്വേഷിച്ച് തന്നെയാണ് മോളെ. ഇവിടെയൊക്കെ വന്ന് അവൻ സെർച്ച് ചെയ്തു. എന്തായാലും അവൻ വിട്ട പുള്ളിയല്ല, അവൻ ഭീകരനാണെന്നൊക്കെ എസ്തപ്പാൻ പറയുന്നു. കെവിൻ എന്തായാലും ആള് കൊള്ളാമല്ലോ എന്നിങ്ങനെ മുരളിയും പറയുകയാണ്. ശേഷം ദേവിക പറയുന്നുണ്ട്, എന്തായാലും എസ്തപ്പാൻ ചേട്ടൻ ഒന്ന് സൂക്ഷിക്കണം. അരുന്ധതി മേഡം നിസ്സാരക്കാരിയായിട്ട് തള്ളിക്കളയണ്ട. അവരവരുടെ മോനെ കണക്കുകൂടെ മാത്രമാണ് അടങ്ങിയിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ഇവിടേക്കൊരു ആക്രമണം ഉണ്ടാകുമെന്നൊക്കെ പറയുമ്പോൾ, മോളെ ഇങ്ങോട്ട് ആരെങ്കിലുമൊക്കെ വന്നോട്ടെ, ഞാനും അതിനുവേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത്. സത്യം പറഞ്ഞ നന്ദമോനെ എൻ്റെ കയ്യിൽ നിന്നാണ് വിട്ടുകൊടുക്കേണ്ടി വന്നത്. അതിൻ്റെ ദേഷ്യവും വാശിയൊക്കെ എനിക്ക് നല്ലതുണ്ട്. ഉറപ്പായിട്ടും ഞാൻ കരുതി തന്നെയാണ് ഇരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ, എസ്തപ്പാൻ ചേട്ടാ ഇതുപോലെ ആത്മവിശ്വാസമൊക്കെ നല്ലത് തന്നെയാണ്, എന്നാലും സൂക്ഷിക്കണമെന്നൊക്കെ ദേവിക വീണ്ടും പറയുന്നു. മോള് പേടിക്കാതിരിക്കും. എന്തായാലും നമുക്ക് ഇതുപോലെയുള്ള വിഷവിത്തുകൾ കയറി വരുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് തിരിച്ചടിച്ചേ മതിയാകും. അങ്ങനെ ഏലിയമ്മ പറയുന്നുണ്ട്, ഞാൻ നന്ദസാറ് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഒരു 1001 മെഴുകുതിരി നേർന്നിട്ടുണ്ട്, എപ്പോഴും മുട്ടുപ്പാഴി ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവിക പറയുകയാണ്, നിങ്ങളെപ്പോലുള്ള ആത്മവിശ്വാസമുള്ള ആൾക്കാരുടെ ശക്തിയും പ്രാർത്ഥനയൊക്കെയാണ് എൻ്റെ ഒരു ബലം എന്നൊക്കെ. അങ്ങനെ ദേവികയും മുരളിയും സമാധാനിപ്പിക്കുന്നു. അങ്ങനെ ദേവിക പറയുന്നുണ്ട്, ഇനി നമുക്ക് മറ്റൊരു നീക്കം നടത്തണം. എസ്തപ്പാൻ ചേട്ടനും ഞാനും ചേർന്ന് അരുന്ധതി മേഡത്തിൻ്റെ വീട്ടിലേക്ക് അടുത്ത ദിവസം തന്നെ പോകണമെന്ന് പറയുമ്പോൾ, മോള് പറ ഇപ്പോൾ പോകണോ? ഇപ്പോൾ പോകണമെങ്കിൽ ഇപ്പോൾ തന്നെ പോകാം. വേണ്ട എസ്തപ്പാൻ ചേട്ടാ, ഞാൻ പറഞ്ഞോളാം. എന്തായാലും അവരുടെ നീക്കങ്ങളെല്ലാം ശരിയായിട്ടുള്ള രീതിയിലേക്ക് തന്നെയാണെന്നിങ്ങനെ ദേവിക പറയുന്നു. അങ്ങനെ ഭാർഗവിയോട് കാര്യങ്ങളൊക്കെ തന്നെ പ്രഭാവതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം മക്കളെ പോലെയാണ് ഞാൻ ആ കെവിനെയും ഇസബല്ലയെയും സ്നേഹിച്ചത്. സത്യം പറഞ്ഞാൽ കെവിനോട് എനിക്കൊരു കടമ കൂടി ഉണ്ടായിരുന്നു, നന്ദന് ജോലി കൊടുത്തതിൻ്റെ. പക്ഷെ ഇപ്പോൾ അതെല്ലാം മാറിപ്പോയി. എത്ര ക്രൂരമായിട്ടാണ് എൻ്റെ മോനെയും എന്നെയും അവർ പറ്റിച്ചത്. എന്തൊരു നാടകീയമായിട്ടുള്ള പരമ്പരയായിരുന്നു അവർ ക്രിയേറ്റ് ചെയ്തത്. ഋഷി മരിക്കുന്നു, അതിൻ്റെ പേരിൽ നന്ദനെ എത്ര മാനസികമായിട്ട് ടോർച്ചർ ചെയ്തു. എന്തായാലും ഇതിന് പകരം ചോദിച്ചിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഭാർഗവി പറയുന്നുണ്ട്, കുഞ്ഞെ നടക്ക്, നമുക്ക് ആ കെവിനെയും ഇസ്ബലയും കാണാൻ പോകാം. എന്നിട്ട് അവരുടെ കരണത്തടിച്ച് ചോദിക്കാം, എന്തിനാ നമ്മുടെ നന്ദമോൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. ഭാർഗവി അടങ്ങ്, എനിക്കും അത് തന്നെയാണ് ആഗ്രഹം. ഞാനും വരുന്നുണ്ട്, ഒറ്റയ്ക്ക് പോണ്ട. പക്ഷെ ഇപ്പോഴല്ല, എന്റെ നന്ദമോനെ ഒന്ന് കിട്ടിക്കോട്ടെ എന്നിങ്ങനെ പ്രഭ പറയുന്നു. അതിന്റെ അടുത്ത നിമിഷം ഞാൻ ഉറപ്പായിട്ടും പക തീർക്കാനായിട്ട് ഇറങ്ങും, ഐസക് അടക്കം എല്ലാവരോടും എന്നിങ്ങനെ പ്രഭ വാശിയോട് കൂടിയിട്ട് പറയുകയാണ്. തുടർന്ന് രജനിയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ അവിടേക്ക് മുരളി നമ്മുടെ ഗിരി വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ രജനി, എന്താ ആകെ ഡള്ള്? അല്ല, നന്ദനെ കുറിച്ച് ഇതുവരെയും ഒന്നും അറിഞ്ഞില്ലല്ലോ. നന്ദൻ ഇനി തിരിച്ചു വരുമോ? അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം? അതൊക്കെ വരും. ദേവിക ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അന്വേഷിക്കുന്നതെന്ന് പറയുമ്പോൾ, ഒരു ദേവിക വന്നിരിക്കുന്നു, അവളെ ശരിയായിട്ടുള്ള രീതിയിലൊന്നല്ല അന്വേഷിക്കുന്നത്. എനിക്ക് തോന്നുന്നതേ അവള് നന്ദനോടുള്ള പകയിൽ അവൾ തന്നെയായിരിക്കണം അപായപ്പെടുത്തിയിട്ടുണ്ടാവുക എന്നൊക്കെ. ഇത് കേട്ട് ഗിരി പറയുന്നുണ്ട്, എൻ്റെ ഒരു കുഞ്ഞ് നിന്റെ വയറ്റിലുള്ളത് കൊണ്ട് മാത്രമാ പല സാഹചര്യങ്ങളിലും ഞാൻ ക്ഷമിച്ച് പോകുന്നത്. അതുകൊണ്ട് രജനി വെറുതെ ദേവികയോടുള്ള പകയിൽ ഓരോന്ന് പറയല്ലേ എന്നൊക്കെ പറയുമ്പോൾ, എനിക്കെന്ത് പക? എനിക്കൊന്നും ദേവികയോട് യാതൊരു പകയുമില്ല. അതൊക്കെ നീ പറയുന്നതാ. പക്ഷെ നിനക്ക് അവളോട് നല്ല ദേഷ്യമുണ്ട്. സത്യം പറഞ്ഞാൽ അവളെ പോലുള്ളൊരു നാത്തൂനെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണെന്നൊക്കെ പറയുമ്പോൾ, ഓ, ചന്ദ്രോത്തെ വീട്ടിലേക്ക് കയറി വന്നത് അവളുടെ ഭാഗ്യ. ഇപ്പോൾ MLA ആയി, നാളെ മന്ത്രിയാകും. അങ്ങനെ ചുളിവിൽ അവൾ എന്തൊക്കെയാ നേടിയെടുക്കുന്നത്? ദേ രജനി, നീ മിണ്ടി പോകരുത്. നാളെ ഉറപ്പായിട്ടും നന്ദനെ അവൾ കണ്ടെത്തിയിട്ട് വരും. അപ്പൊ നീ അവളെ സ്തുതിക്കുന്ന ഒരു സമയം വരുമെന്നൊക്കെ പറയുമ്പോൾ, ഓ, അവള് കണ്ടെത്തിയിട്ട് നന്ദനെ കിട്ടിയത് തന്നെയെന്നൊക്കെ പറഞ്ഞ് ഗിരിയെ ദേഷ്യപ്പെടുത്തുകയാണ്. അങ്ങനെ ഗിരി അവിടെ നിന്ന് ദേഷ്യത്തോടെ പോകുന്നുണ്ട്. അങ്ങനെ നന്ദനാണെങ്കിൽ ആകെ ദേഷ്യം വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് പ്രകാശ് അങ്ങോട്ട് വരുന്നുണ്ട്. നന്ദൻ, നീ ഒന്ന് സമാധാനിക്ക്. എങ്ങനെ എനിക്ക് സമാധാനിക്കാൻ കഴിയും? എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണം. എൻ്റെ വീട്ടുകാരാണെങ്കിൽ എന്നെ കാണാതെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ പ്രകാശ് പറയുന്നുണ്ട്, ദേ, നിന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചവനാണ് ഈ ഋഷിയും അരുന്ധതി മേഡവും. അപ്പോ ആ അരുന്ധതി മേഡം കരയുന്നത് നിനക്ക് കാണണ്ടേ? അരുന്ധതി മേഡം ഒരമ്മയല്ലേ പ്രകാശ്? അപ്പൊ പിന്നെ അമ്മമാരായിട്ടുള്ളവർ കരയുന്നത് കാണാൻ എനിക്കിപ്പോ താല്പര്യമില്ല. കാരണം എൻ്റെ അമ്മയും എന്നെ ഓർത്തിപ്പോ കരയുന്നുണ്ടാവും. അതുകൊണ്ടേ ഞങ്ങൾ രണ്ടുപേരെയും വിട്ടയക്കുന്നതായിരിക്കും പ്രകാശിന് നല്ലതെന്നൊക്കെ പറയുമ്പോൾ, എല്ലാവരുടെ കണ്ണീരിന് വിലയുണ്ട് നന്ദൻ, പക്ഷെ എൻ്റെ കണ്ണീരിന് മാത്രം വിലയില്ല. ചെയ്യാത്ത തെറ്റിന് ആ ജയിലറയ്ക്കുള്ളിൽ ഇരുന്ന് ഞാൻ കരഞ്ഞു തീർത്തതിന് എന്തെങ്കിലും കണക്കുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, പ്രകാശ്, തൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തിനാ ഞങ്ങൾ രണ്ടുപേരെയും ഒരേ സമയം തട്ടിക്കൊണ്ടുവന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രകാശ് പറയുന്നുണ്ട്, എല്ലാത്തിനും ഒരു ലക്ഷ്യമുണ്ടെന്ന് കൂട്ടിക്കോ. പക്ഷേ
ഉറപ്പിച്ചു നന്ദൻ. ഞാനിപ്പോൾ നിന്റെ രക്ഷകനായിട്ടാണ് അവതരിച്ചിരിക്കുന്നത്. നിന്നെ ഞാൻ വിടാടാ. ടെൻഷൻ അടിക്കണ്ട. പ്രകാശ് പ്ലീസ് എന്നൊന്ന് റിലീസ് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദൻ വീണ്ടും അവനോട് കെഞ്ചുകയാണ്. ഈ സമയം നീ പേടിക്കാതിരിക്കെ, ഹാപ്പി ആയിട്ടിരിക്കെ, ഉറപ്പായിട്ട് നിന്നെ വിടാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പ്രകാശ് ആണെങ്കിൽ എസ്കേപ്പ് ആവുന്നു. അങ്ങനെ ഇരുന്നിട്ടും ആലോചിച്ചിട്ടും യാതൊരു സമാധാനവും ഇല്ലാതെ പ്രഭാവതിയാണെങ്കിൽ വേഗം തന്നെ ദേവികയെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ എൻ്റെ മനസ്സിലൊരു സംശയം. എന്താ അമ്മേ? അല്ല, ഈ കെവിനും ഇസബലയും അല്ലാതെ നിങ്ങളുടെ കൂടെ പഠിച്ച മറ്റാരെങ്കിലും ഇതിന് പുറകിൽ ഉണ്ടാകുമോ? അങ്ങനെ ആരെക്കുറിച്ചെങ്കിലും മോൾക്ക് അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇല്ലമ്മേ, അതെന്താ അമ്മയ്ക്ക് അങ്ങനെ തോന്നാൻ? അല്ല, നമ്മൾ എല്ലാ വഴിക്കും ആലോചിക്കണമല്ലോ. അല്ല, എന്തായി അന്വേഷണം? അന്വേഷണമൊക്കെ കറക്റ്റായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അരുന്ധതിയുടെ പുറകെ തന്നെയാണ് ഞങ്ങൾ. ഇനിയിപ്പോൾ ഋഷി ആയിരിക്കുമോ മോളെ ആ നമ്മുടെ മോനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ല, പക്ഷെ ഋഷി ഇപ്പോൾ ഏതോ ഒരു തടവറയിലാണെന്നിങ്ങനെ ദേവിക പറയുന്നു. എന്തായാലും കിട്ടുമായിരിക്കുമല്ലേ നന്ദുവിനെ എത്രയും പെട്ടെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രഭാവതി സങ്കടപ്പെടുമ്പോൾ, അമ്മ വിഷമിക്കാതിരിക്കും, എല്ലാം ശരിയാകും, കിട്ടും എന്നൊക്കെ പറഞ്ഞ് ആത്മവിശ്വാസം കൊടുക്കുകയാണ് ദേവിക. അങ്ങനെ പ്രകാശാണെങ്കിൽ നേരെ ഋഷിയുടെ അരികിലേക്ക് വരികയാണ്. എടാ, നീ എന്താ ആകെ ദേഷ്യത്തിലാണല്ലോ? പിന്നെ ദേഷ്യപ്പെടാതെ. നിങ്ങൾ എന്തിനാ ഞങ്ങൾ രണ്ടുപേരെയും ഒരേ സ്ഥലത്ത് ഇങ്ങനെ തടവറയിൽ വെച്ചിരിക്കുന്നത്? ഞങ്ങളെ എത്രയും പെട്ടെന്ന് ഇറക്കി വിടാൻ നോക്കുന്നൊക്കെ പറയുമ്പോൾ, നീ ഒന്ന് അടങ്ങ്. നിന്റെ ശത്രുവല്ലേ നന്ദൻ? നിന്റെ കാമുകയെ കൊന്ന കുടുംബമല്ലേ ചന്ദ്രവത്ത് വീട്ടുകാർ? ആ പ്രഭാവതിയോട് നിനക്ക് തീർത്ത തരാത്ത ദേഷ്യമില്ലേ? അതുപോലെ തന്നെയാണ് എൻ്റെ ശത്രുവാണ് ചന്ദ്രവത്ത് വീട്ടുകാർ. അവരുടെ കണ്ണീര് എനിക്ക് കാണണം. അപ്പൊ പിന്നെ നമ്മൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നത് ഒരേ കാര്യമാണ്. അപ്പൊ ശത്രുവിന് മുന്നിൽ വെച്ച് തന്നെ പക വീട്ടുന്നത് ഒരു പ്രത്യേക സുഖമല്ലേ? അതുകൊണ്ടാണ് നന്ദനെ തട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കും നിനക്കും ഒരേ ഉദ്ദേശം തന്നെയാണ്. നമ്മൾ രണ്ടുപേരും ചേർന്ന് നന്ദന്റെ കുടുംബത്തെ ഇല്ലാതെയാക്കും. അങ്ങനെയല്ലടാ വേണ്ടത്. അതല്ലേ നിന്റെ ആഗ്രഹം എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രകാശിനോട് ഋഷി ചോദിക്കുന്നുണ്ട്, നിങ്ങളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാതെ പിന്നെ നീ എന്നെ വിശ്വസിച്ചോ? ഞാൻ ചന്ദ്രവത്ത് വീട്ടുകാരുടെ നാശത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ കട്ടയ്ക്ക് നിന്നാൽ മാത്രം മതിയെന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശ് ആണെങ്കിൽ ഋഷിയെ താൽക്കാലികമായിട്ട് സമാധാനിപ്പിച്ച് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഇസ്തപ്പാനാണെങ്കിൽ അരുന്ധതിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ശേഷം കോളിംബെൽ അടിക്കുമ്പോൾ അരുന്ധതി ആണെങ്കിൽ വാതിൽ തുറക്കുകയാണ്. നിങ്ങളെന്താ ഇവിടെ? എന്താ ഇവിടെയെന്നോ? എൻ്റെ വീട്ടിലേക്ക് ഒരാളെ വിട്ടയച്ചല്ലോ, എൻ്റെ വീട് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ പിന്നെ ഞാനും ഇങ്ങോട്ട് വരാമെന്ന് കരുതി. കാരണം അങ്ങോട്ട് സെർച്ച് ചെയ്യാൻ വിടുമ്പോൾ ഇങ്ങോട്ട് ആരെങ്കിലുമൊക്കെ വരണല്ലോ. ദേ, നിങ്ങൾ വെറുതെ കളിക്കാൻ നിൽക്കല്ലേ. എൻ്റെ മോനെ കാണാതെ കൊണ്ട് മാത്രമാണ് ഇത്രയും ഞാൻ ക്ഷമിച്ചു തന്നത്. എൻ്റെ മോൻ എവിടെ? അവനെ റിലീസ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ, അതൊന്നും പറ്റില്ല മാഡം. ഇപ്പൊ ഞാൻ വന്ന കാര്യം ചെയ്തു തീർത്തിട്ട് പോട്ടെ. എനിക്ക് ഈ വീട് മൊത്തം ഒന്ന് സെർച്ച് ചെയ്യണം. എസ്തപ്പാൻ, താൻ എന്തൊക്കെയാ പറയുന്നത്? പിന്നെ കെവിൻ എന്തിനാ മാഡം എൻ്റെ വീട്ടിലേക്ക് വിട്ടയച്ചത്? എന്ത്, കെവിന് ഞാൻ വിട്ടയച്ചെന്നോ? മാഡം ഉരുണ്ട് കളിക്കൊന്നും വേണ്ട. എസ്തപ്പാന്റെ അടുത്ത് ഒരു കളിയും വേണ്ട. അങ്ങനെ ഹരിതയാണെങ്കിൽ ആകെ ഷോക്കായി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ കാത്തിരിക്കാം നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്.